ഹായ് ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കര ഭാരത് മാതാ കോളേജിലാണ്. ഇവിടെ ഗംഭീരമായിട്ടുള്ള ഓണം സെലിബ്രേഷൻ നടക്കുകയാണ്. കോളേജിലെ ഓണം സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര ഗംഭീരമായിട്ടുള്ള സെലിബ്രേഷൻസ് ആണ് നടക്കുന്നത്. അപ്പം നമുക്ക് ഈ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഓണം സെലിബ്രേഷൻ്റെ വളരെ ആവേശത്തിൽ നിൽക്കുകയാണ്. അപ്പം നമുക്കും ഇവരോടൊപ്പം ഇവരുടെ ഓണം സെലിബ്രേഷനിൽ നമുക്കും പങ്കുചേരാം. നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു ഫ്രീക്കൻ മാവേലി ഉണ്ട്. നമുക്ക് മാവേലിന്റെ പേരെന്തായാലും എന്താണെന്ന് ചോദിക്കാം. എൻ്റെ പേര് മാവേലി. മാവേലിന്റെ ഒറിജിനൽ പേരെന്താ? എൻ്റെ പേര് സഞ്ജു. ഓക്കെ, ശരി. അല്ലാതെ തന്നെ മാവേലിക്ക് ഒറിജിനൽ ആയിട്ടൊരു പേരുണ്ട്, എന്താ? വാമനൻ. നല്ല മാവേലി കേട്ടോ. താങ്ക് യു. ഓക്കെ, ഓണത്തെ കുറിച്ച് എന്താ പറയാ? ഈ വർഷത്തെ ഓണത്തെ കുറിച്ച് മാവേലിക്ക് എന്താ പറയാ? ഈ വർഷത്തെ ഓണം പൂക്കളമായിട്ടുണ്ട്. പൂക്കളത്തിൽ നമ്മൾ കയറിയിരിക്കും, പക്ഷെ നമ്മളാണ് മാവേലിയായിട്ട് നിൽക്കണേ. അപ്പം നമ്മൾ ഡാൻസ് കളിക്കും, പക്ഷെ പൂക്കൾ അവിടെ ഉണ്ടാവും. അപ്പം നമുക്കെന്ത് മനസ്സിലായി? ഓണം ഓണമാണ്. എന്റെ കിളി പറയുന്നത് മനസ്സിലായില്ലേ? സാധാരണ ഇതിൽ വ്യത്യസ്തമായിട്ട് മാവേലിക്കല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, എവിടെ നിട്ടി? കടയിൽ നിന്ന് മേടിച്ച്. തഗ്ഗാണ് ഉദ്ദേശിച്ചത്? അല്ല, മാവേലി തഗ് പറയാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ? സദ്യ ഒക്കെ ഉണ്ടോ? സദ്യ ക്ലാസ്സിലുണ്ട്. അതല്ലേ. പിന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ്? ഞാൻ BBA. കുറെ മാവേലികളെ കണ്ടല്ലോ, ഓരോ ഡിപ്പാർട്ട്മെന്റ്. നമ്മ മക്കൾ മാവേലിന്റെ അനുജന്മാരാണ് അവര്. മക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. ഓരോ യൂണിവേഴ്സിലെ മാവേലിയാണ് കണ്ട. അതിലൊരു പോണു മാവേലി. മാവേലി ഹാപ്പിയാണ് എല്ലാവർക്കും. ഓണായിട്ട് ഓണം തന്നെ എല്ലാരും ഓണാഘോഷിക്കുക. പണ്ടത്തേതിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്ത ഓണത്തിന് വന്നിരിക്കുന്നത്? പണ്ടത്തെക്കാലം ഓണം എല്ലാം മാറി, എല്ലാം ജനറേഷൻ അനുസരിച്ച് ഓണം മാറിക്കൊണ്ടിരിക്കും. അത് തന്നെ. അതുകൊണ്ടാണ് എല്ലാരും ഭയങ്കര ആഘോഷ നിറവിലാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് മാവേലിയുടെ ശരിക്കും പേര് മഹാബലി. എല്ലാവർക്കും ഈ ഒരു ഓക്കെ, എന്നാ നമ്മുടെ മാവേലിക്ക് അറിയാം മാവേലിന്റെ ശരിക്കും പേരുന്നത്. മഹാബലി. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? മാവേലിക്ക് ശരിക്കും ഒരു പേരുണ്ട്. മാവേലിയുടെ ശരിക്കും പേര് ഇന്ദ്രസേനൻ എന്നാണ്. മാവേലി ഭയങ്കര മോശമായി, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടി വരാൻ. ഓക്കെ, അപ്പൊ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട് എനിക്ക് നിങ്ങളോട്. എല്ലാരും കൂടെ കൂടിയിട്ട് ഓണത്തിന്റെ ഒരു പാട്ട്. ചന്ദന തളിലസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് ആചാരതാരുണ്യ രാഗമാണ്. ഓക്കെ, മലയാളം ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ അറിയാം, നമുക്ക് കലാകാരന്മാരും കലാകാരികളും ഒരുപാടുണ്ടാവും. അതുപോലെ നമുക്ക് ഒരു സാർ ഇവിടെ കലാകാരനായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. മിണ്ടാതിരിക്കുന്നുണ്ട്. സാർ തോമസ് എന്നാണ് പേര്. അപ്പോൾ ഓണായിട്ട് നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് സാറിന്റെ വക എന്താണ്? ഓണം ശരിക്കും ഒരു ഓർമ്മകളുടെ ആഘോഷമാണ് ഓണം. ശരിക്കും നമ്മൾക്ക് ഇന്നലെ ഒരു ഭൂതകാലത്ത് വളരെ സമ്പന്നമായ ഒരു കാലമുണ്ടായിരുന്നു, അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മ നമ്മുടെ ഇന്നത്തെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരു വലിയ കരുത്ത് നമുക്ക് നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഓണം അതാണ്. ഭൂതകാലം വളരെ സമ്പന്നമായിരുന്നു, ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല, എല്ലാ ആഹ്ലാദവും സന്തോഷവും ഉണ്ടായിരുന്നു. ഇപ്പോഴിതില്ലെങ്കിലും നാളെ അങ്ങനെ ഉണ്ടാവുമെന്നും ഇന്നലകളിൽ ഉണ്ടായിരുന്നെന്നും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് ഒരു ആശ്വാസമാണ്. ആ അർത്ഥത്തിൽ ഓണം ഒരു ആശ്വാസത്തിൻ്റെയും ഓർമ്മയുടെ ഉത്സവമാണ്. അതാണ് ഓണത്തെക്കുറിച്ച് പറയാനുള്ളത്. സാറിന്റെ വക ഒരു പാട്ടും കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലേ? അതാണ് കുട്ടികൾ. നമ്മുടെ കണ്ടത്തിൽ ചങ്കു കണ്ടത്തിൽ നാളെ നമുക്കൊരു വിത്തിടിലുണ്ട്. നമ്മുടെ കണ്ടത്തിൽ ചങ്കു കണ്ടത്തിൽ നാളെ നമുക്കൊരു വിത്തിടിലുണ്ട്. തെയ്യാദിനന്തോ ദിനന്ദിനം ധാര താരാദിനന്തോ ദിനന്ദിനം ധാര തെയ്യാദിനന്തോ ദിനന്ദിനം ധാര താരാദിനന്തോ ദിനന്ദിനം ധാര തെയ്യാദിനന്തോ ദിനന്ദിനം ധാര താരാദിനന്തോ ദിനന്ദിനം ധാര തെയ്യാദിനന്തോ ദിനന്ദിനം ധാര താരാദിനന്തോ ദിനന്ദിനം ധാര. കൂട്ടുന്ന കാള പൊതഞ്ഞങ്ങു പോയെ കൂട്ടുന്ന ചെക്കൻ പൊതഞ്ഞങ്ങു പോയെ കൂട്ടുന്ന കാള പൊതഞ്ഞങ്ങു പോയെ കൂട്ടുന്ന ചെക്കൻ പൊതഞ്ഞങ്ങു പോയെ തെയ്യാദിനന്തോ ദിനന്ദിനം ധാര താരാദിനന്തോ ദിനന്ദിനം ധാര തെയ്യാദിനന്തോ ദിനന്ദിനം ധാര താരാദിനന്തോ ദിനന്ദിനം ധാര. കളവലിക്കും കലപ്പക്കൊഴാവും വേഗത്തിലോടും കൊലകൊമ്പന്മാരും കളവലിക്കും കലപ്പക്കൊഴാവും
വേഗത്തിലോടും കൊല കൊമ്പന്മാരും തെയ്യാതിനന്തോ ദിനം താര താരാതിനന്തോ ദിനം താര 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 താരാതിനന്തോ ദിനം താര. അപ്പോൾ കോളേജിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് എന്ത് പരിപാടി വന്നാലും പ്രത്യേകമായിട്ട് മറ്റുള്ളവരിൽ നിന്നും വെറൈറ്റി ആയിട്ടൊരു ഡ്രസ് കോഡ് ഉണ്ടാക്കുക എന്നത്. കുറച്ച് പച്ച ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് പേരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ഓണത്തെക്കുറിച്ച് ചോദിക്കാം. ഹലോ ഹലോ, വളരെ നല്ല ഓണമാണ്. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ബികോം ടെക്. എല്ലാവരുടെയും പേരൊന്ന് പറയും. ഗായത്രി, രാധിക, ഇഹ്സാൻ, ആദർശ്, ഷെയ്സാദ്, ജെഫിൻ. സൂപ്പർ, അടിപൊളിയായിരുന്നു. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ബികോം. ഓക്കെ, ഏത് ഇയർ ആണ്? ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. അപ്പൊ കോളേജിലെ ആദ്യത്തെ ആഘോഷമാണ്, എല്ലാവരും അടിച്ചു പൊളിക്കും. നിങ്ങൾക്ക് മാവേലിയൊക്കെ ഉണ്ടോ? അപ്പൊ ഒരു പാട്ട് ഇല്ല, ഇപ്പൊ പാടി കഴിഞ്ഞാലേ ഓണത്തിന് പാട്ട് പാടാൻ അറിയില്ല കേട്ടാ. ഓണത്തിന് റൊമാൻറ്റിക് പാട്ട് പാടിയോണ്ട് പ്രശ്നമില്ല. പിന്നെ പാടാം. കോളേജ് വൈബിൽ ഇതൊക്കെ പിന്നെ ലാസ്റ്റ് നമുക്ക് मुझ में कहीं बाकी थोड़ी सी है जिंदगी जगी धड़कन नहीं जाना जिंदा हूँ मैं तो अभी कुछ ऐसी लगन इस लम्हे में है ये लम्हा कहता मेरा अब है सामने इसे छू लूं जरा मर जाओ या जी लूं जरा खुशियाँ चूम लूं या रो लूं जरा मर जाओ या जी लूं जरा. ഭാരത് മാതാ കോളേജിലെ ഗംഭീരമായൊരു ഓണാഘോഷ പരിപാടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഒരുക്കിയ അവരുടെ ജീവിതത്തിൽ തുടർന്നുള്ള ജീവിതത്തിൽ മധുരമുള്ള ഓർമ്മകളിലേക്ക് എടുത്തു വെക്കാനുള്ള മനോഹരമായൊരു ഓണാഘോഷമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. അത്തപ്പൂക്കളം ഇട്ടും മാവേലിയെ അണിയിച്ചൊരുക്കിയും സദ്യ കഴിച്ചുമൊക്കെ വളരെ സന്തോഷപൂർവ്വമാണ് ഇവിടെ വിദ്യാർത്ഥികളൊക്കെ ആഘോഷം ഒരുക്കിയിട്ടുള്ളത്. എല്ലാവർക്കും വൈറ്റ് സൺ ടിവിയുടെയും മനോഹരമായൊരു ഓണം ആഘോഷിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ബാലുവിനോടൊപ്പം അനഘ സുദർശൻ.